യോഗ്യതയുള്ളവർ പുറത്തു നിൽക്കുമ്പോൾ ഈ യോഗ്യത ഇല്ലാത്തവരെ നിൽക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പുറത്തു നിന്നുള്ള പ്രേക്ഷകൻ തന്നെ നമുക്കൊരു വല്ലായ്മ ഫീൽ ചെയ്യാം. യോഗ്യത ഇല്ലാത്ത പലരും നിൽക്കുകയും യോഗ്യതയുള്ളവർ പലരും പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു ഫിനാലിലേക്ക് എത്തുന്ന സമയത്ത് യോഗ്യത ഇല്ലാത്തവരാണ് മുഴുവൻ നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ കളിക്കുന്നതിനൊപ്പം തന്നെ പുറത്ത് സപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബോധപൂർവ്വം തന്നെ നടക്കുന്നത് ഉറപ്പാണ്. നല്ല ഗെയിമേഴ്സ് ആണോ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് അങ്ങനെ പറയാൻ പറ്റും? ശരിക്ക് അങ്ങനെ പറ്റില്ല. അപ്പൊ അതന്നെയാണ് വ്യത്യാസം. ജാസ്മിൻ ഇസ് എ ഗുഡ് ഗെയിമർ. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് അവളെ ഗെയിമർ അടങ്ങിയിരിക്കുന്നില്ല? പോപ്പുലർ മാത്രമായിട്ട് ഞാൻ പോപ്പുലാരിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സംസാരിച്ചു തുടങ്ങിയ ടോപ്പിക് പോപ്പുലാരിറ്റിയാണ്. നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് പോപ്പുലാരിറ്റിയാണ്. ഒരു പരിപാടിയുണ്ട്, ഒരു 76-78 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് തള്ളി പുറത്താക്കുന്നുണ്ട്. അത് എന്ത് സെഗ്മെന്റ്? അത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ദുർഗുണ പരിഹാര പാഠശാലൊന്നുമല്ലോ. സായി എന്ന് പറഞ്ഞ പോലെ ഞാൻ വേറെ മനുഷ്യനാവാൻ വന്നതാണെന്ന് പറഞ്ഞ പോലെ ഇത് മനുഷ്യനാവാൻ ധ്യാനം കൂടാനുള്ള സ്ഥലമൊന്നല്ലത്. ഗബ്രിയും ജാസ്മിനും കൂടെ ആ ഒരു ഫൈനൽ ലിസ്റ്റിൽ വന്നിരുന്നെങ്കിൽ ഒരുപാട് മത്സരം നല്ല രീതിക്ക് ഒന്നും മുറിവായിരുന്നു. ടൈറ്റ് സംഭവം തീർച്ചയായിട്ടും ടൈറ്റ് സംഭവിക്കുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ട് പുറത്താക്കി കളഞ്ഞവരാണ് ജാസ്മിനും ജിൻഡോനും അർജുനാണ് കമ്പാരിറ്റീവ്ലി അപ്സരയേക്കാൾ പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല. അല്ല, അപ്പൊ സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല. പിന്നെ ശാരിക പറയുന്നുണ്ട് ഒരാളിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. കുറെ കൂടെ മാനദണ്ഡം അല്ലെ? അപ്പൊ കമ്പാരിറ്റീവ്ലി എന്ന് പറയുമ്പോൾ എന്നുള്ള രീതിയിലേക്ക് ഞാൻ താങ്കളല്ലേ സംസാരിക്കുന്നത്. പറയുന്നത് ജബ്രീനെ അല്ലെ? ആണ്. യെസ്. അപ്പൊ എവിടേക്കോ എന്നുള്ള രീതിയിലേക്ക് ചില കണ്ടസ്റ്റൻസുകൾ മാറിയിട്ടുണ്ട്. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനിദശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാളെ ഫിനാലെ എത്തി അല്ലേ? നാളെ കൊടുമ്പിരി കൊള്ളും. 5 സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് എത്തി നിൽക്കുകയാണ്. സ്ട്രോങ് ആയതുകൊണ്ടല്ലേ അവര് ഇത്രയും പേരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതും കഴിവുകൊണ്ട് തന്നെയല്ലേ? അല്ലേ? കഴിവില്ലേ എന്ന് ചോദിച്ചാൽ മറ്റു സീസൺസിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇവരത്ര സ്ട്രോങ് ആയിട്ടുള്ള, ഭയങ്കര ഏബിൾ ആയിട്ടുള്ള, ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻസ് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ ഓരോ ബാച്ചിലും ഇപ്പൊ നമ്മൾ പഠിച്ചിറങ്ങുന്ന ബാച്ചില് നല്ല സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ മറ്റുള്ളവരെക്കാൾ അപേക്ഷ ഒക്കെ മോശമെന്നല്ലോ പറയുന്നത്. ഓരോ ബാച്ചിനെ കണക്കാക്കുമ്പോൾ ഈ സീസണിൽ ആരോടൊക്കെ മത്സരിച്ചു അവരിൽ മികച്ചവരായിരിക്കും തിരഞ്ഞെടുക്കുക അല്ലെ? അല്ലാതെ മുൻ സീസണിൽ വെച്ച് നോക്കുമ്പോ അവരെ വെച്ചൊക്കെ കമ്പാരിറ്റീവ് ആക്കുമ്പോ എടുക്കാൻ അങ്ങനെയല്ലല്ലോ പറയണ്ടേ അല്ലെ? അല്ലെ? അപ്പൊ ഈ സീസണിൽ നിന്നുള്ള രീതിയിലേക്ക് വെച്ച് നോക്കുമ്പോ അവര് മത്സരിച്ച് പോരാടിയിട്ട് തന്നെ എത്തിയ കണ്ടസ്റ്റൻസുകൾ തന്നെയാണ് 5 പേര് അല്ലെ? ഈ സീസണിൽ വെച്ച് നോക്കുമ്പോഴും ഈ സീസണിലും ഈ ഫൈനലിസ്റ്റുകൾ വന്നതിനേക്കാൾ, അത് ഫൈനലിൽ വന്ന ഈ 5 മെമ്പേഴ്സിനേക്കാൾ അല്ലെങ്കിൽ 5 കാൻഡിഡേറ്റ്സിനേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരുപാട് കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പെർഫോം ചെയ്തവരുണ്ട് എന്നുള്ളതുണ്ട്. അതിനൊപ്പം അതായത് അല്ലെ, ഈ 5 പേര് എത്തിയതിനേക്കാൾ മികച്ചതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവർ കൂടി മികച്ചതായതുകൊണ്ടാണ് ഫിനാലിൽ എത്തിയത്. പക്ഷെ അതിനൊപ്പം തന്നെ നല്ല സാധ്യതകളുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ വേണം പറയാൻ. കാരണം പ്രത്യേകിച്ച് അങ്ങനെ അതായത് എവിക്ട് ചെയ്യുന്ന സമയത്ത് അൺഫെയർ എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലെ? പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ടൊരു കാര്യം പേരും കൂടിയായിരുന്നു ഇതുപോലെ സിജോ എന്നുള്ള രീതിയിലേക്ക് സമയത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ റൺഔട്ട് ആകുമ്പോഴത്തേക്ക് അമ്പയറിന്റെ മറ്റേ ഫിംഗർ പൊക്കിയിട്ട് റൺഔട്ട് ആകാൻ യോഗ്യത ഇല്ലാത്തവരെ യോഗ്യത പുറത്താക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഈ ബിഗ് ബോസിൽ തോന്നിയത്, സീസൺ 6 തോന്നിയത്. യോഗ്യത ഇല്ലാത്ത പലരും നിൽക്കുകയും യോഗ്യതയുള്ളവർ പലരും പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു ഫിനാലിലേക്ക് എത്തുന്ന സമയത്ത് യോഗ്യത ഇല്ലാത്തവരാണ് മുഴുവൻ നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അല്ല, അപ്പൊ യോഗ്യത ഉള്ളവർ കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഒരു സമയത്ത് ഇങ്ങനെ നിന്ന് അല്ലെ, ഒരു പക്ഷെ എവിക്ഷന്റെ സമയത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് അൺഫെയർ ആയിട്ട് നടക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ആ എവിക്ഷൻ ഇപ്പോ അനിവാര്യമില്ലാതിനേക്കാൾ പുറത്തു പോകേണ്ടവരുണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ അങ്ങനെ വന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ നിൽക്കുമ്പോഴും അവരെക്കാൾ മോശക്കാരാണ് ഫിനാലിൽ എത്തി നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവരോടും അല്ലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭാഗ്യത്തിന്റെ ആ നോച്ചിൽ വന്നവരുണ്ട്, ഭാഗ്യത്തിന്റെ കെയർ ഓഫിൽ വന്നവരുണ്ട്, കഴിവിൽ വന്നവരുണ്ട്, സപ്പോർട്ടിൽ വന്നവരുണ്ട്, PR ഉണ്ടായവരുണ്ട് അല്ലെ? ഇതെല്ലാം മിക്സ് ആയിട്ട് കിടക്കുന്നവർ തന്നെയാണ് എന്നുള്ള രീതിയിലേക്ക് നാളെ പോകുന്നത്. പക്ഷേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിജോ, അതായത് ഒരു അസോൾട്ട് സംഭവിച്ചു, അതായത് ഒരു ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചു പുറത്തു പോവുകയും വളരെ സജീവമായി തിരിച്ചു വരികയും ആദ്യത്തെ 2 വീക്സ് നല്ല രീതിക്ക് തന്നെ കളിച്ചിട്ട് ഈ റോക്കി ബായ് അല്ലെങ്കിൽ റോക്കി എന്ന് പറയുന്നവൻ ഇടികൊണ്ട് പുറത്തു പോയ മനുഷ്യനാണ് അയാൾ. അതിനുശേഷം തിരിച്ചു വന്ന് തീഗോളമാകുമെന്ന് പറഞ്ഞു അദ്ദേഹം ആ ഫിനാലയോട് അടുക്കും തോറും നല്ല രീതിക്ക് കളിച്ചുകൊണ്ടിരുന്നത്. ഇതിന് എന്ത് മനസ്സിലാക്കണം എന്നറിയോ? ഒന്നാമത് ഫിസിക്കൽ അസോൾട്ടില് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ആണെങ്കിലും അവിടെ ആള് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം പുറത്തു വന്ന കണ്ടസ്റ്റൻസ് പലപ്പോഴും പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആൾ ഈ ബുദ്ധിമുട്ടിലായിട്ട് അവിടെ നിൽക്കുന്നു
നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ അതത്ര ചെറിയ കാര്യമല്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിന്ന് എല്ലാ സ്റ്റേജിലും നമ്മൾ ഫിസിക്കലി അവിടെ ഓക്കെ ആവണം, മെന്റലി നമ്മൾ അവിടെ ഓക്കെ ആവണം, എന്നിട്ട് തരുന്ന ഗെയിമുകൾ പ്രഷർ സിറ്റുവേഷൻ അങ്ങനെ ആവണം അല്ലെ. അപ്പൊ അത്തരത്തില് എവിടേക്കോ നമ്മുടെ പ്രതീക്ഷകൾ കൂടിയുണ്ട് എന്നുള്ള രീതിയിലേക്ക് അല്ലെ. അപ്സര ഇതുപോലെ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞൊരാൾ കൂടിയായിരുന്നു. ഫിസിക്കൽ ആയിട്ടുള്ള കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. അവര് നല്ല രീതിക്ക് എല്ലാ തരത്തിലും ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ അവര് ഒരു ഓളമായിരുന്നു ആ ഒരു ബിഗ് ബോസ് ഹൗസ്. ഇതിൽ എവിടേക്കോ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഗെയിമിന്റെ ഒപ്പം ഈ ആളുകളെ എങ്ങനെ കളിക്കുന്നു എന്നതിന്റെ ഒപ്പം തന്നെ പുറത്ത് സപ്പോർട്ട് കൂടി എന്നുള്ള രീതിയിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് അല്ലെ. പോകെ എനിക്ക് തോന്നുന്നു വരും സീസണുകളിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളെങ്ങനെ കളിക്കുന്നതിനൊപ്പം തന്നെ പുറത്ത് സപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബോധപൂർവ്വം തന്നെ നടക്കുന്നത് ഉറപ്പാണ് അല്ലെ. കാരണം കൃത്യമായിട്ട് ഈ PR നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഒരാളെ പുകഴ്ത്തുന്നു, ഒരാൾ പോസിറ്റീവായിട്ട് പറയുന്നതിന്റെ ഒപ്പം തന്നെ മറ്റുള്ളവരെ പുകഴ്ത്തുന്നതിന്റെ ഒപ്പം ഇകഴ്ത്താൻ കൂടി നല്ല രീതിയിലേക്ക് ശ്രമം നടക്കുന്നുണ്ട് അല്ലെ. ഈ ഇകഴ്ത്തലുകളിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന വിഭാഗം കുറെ പേര് എന്നുള്ള രീതിയിലേക്ക് ഇതിന്റെ സപ്പോർട്ടിനെ ബാധിച്ചിട്ടുണ്ട്. അതില്ല എന്ന് പറയാനും പറ്റില്ല. അപ്പൊ ഇതുപോലെ നമ്മൾ എങ്ങനെ ഗെയിം കളിക്കുന്നു, ഓരോ സെഗ്മെന്റിലാണെങ്കിലും ടാസ്കുകളിലാണെങ്കിലും ഇതെങ്ങനെ സർവൈവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യരായിട്ടുള്ള 5 പേര് തന്നെയാണ് ഫൈനലിസ്റ്റ്. തീർച്ചയായിട്ടും എന്നുള്ള രീതിയിലേക്ക് പലരും വീണിട്ടുണ്ടെങ്കിൽ ഇവർ വാഴുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഇവരെ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അതിനൊപ്പം തത്തുല്യരായിട്ട് യോഗ്യരായിട്ടുള്ളവർ പുറത്തു പോയിട്ടുണ്ട്. പക്ഷെ ഫിനാൽ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് 5 പേരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് 5 പേരെ ഫിനാലിലേക്ക് വരാൻ പറ്റുള്ളൂ അല്ലെ. 5 പേരെ ഫിനാലിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. ആ വന്നതില് ഇതിലെ യോഗ്യരായിട്ടുള്ള പലപ്പോഴും പുറത്തു പോയി എന്ന് പറഞ്ഞു അല്ലേ. ആ പോയതിന്റെ ഒപ്പം തന്നെ ഫിനാലിൽ നമ്മൾ എത്തി നിൽക്കുന്ന സമയത്ത് അവരിൽ നിന്നുള്ള രീതിയിലേക്ക് നാളെ ആര് കപ്പെടുക്കും എന്നുള്ളൊരു സാധാരണ ചിന്തയിലേക്കാണ് നമ്മൾ നാളെ പോകുന്നത് അല്ലെ. നമുക്കത് പറയാതെ വയ്യ. കാരണം വേറൊന്നും കൊണ്ടല്ല, യോഗ്യതയുള്ളവർ പുറത്തു നിൽക്കുമ്പോൾ ഈ യോഗ്യത ഇല്ലാത്തവർ നിൽക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പുറത്തു നിന്നുള്ള പ്രേക്ഷകൻ തന്നെ നമുക്കൊരു വല്ലായ്മ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഫിനാലിൽ വരണം എന്ന് ചിന്തിക്കുന്ന ആരൊക്കെയാ? അപ്സര തന്നെ ഫിനാലിൽ വന്നിട്ട് ഞാൻ ചിന്തിച്ചിരുന്ന വ്യക്തിയാണ്. കാരണം അവർ ഒരു പോയിന്റിലും ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ആൾക്കാരുടെ പ്രശ്നങ്ങളുടെ ഇടയിലാകട്ടെ, അല്ലെങ്കിൽ ടാസ്ക് കൊടുക്കുന്നതിലാവട്ടെ, വർത്തമാനത്തിലാവട്ടെ, ആൾക്കാരെ മെന്റ് ചെയ്യുന്നതിലാവട്ടെ, എല്ലാത്തിലും അപ്സര നല്ല രീതിയിലേക്ക് ഇന്റർഫിയർ ചെയ്യുകയും നല്ല രീതിയിൽ പ്ലേ ചെയ്യുകയും ചെയ്തൊരു ഗെയിമർ ആയിരുന്നു. അവർ ശരിക്കും ഫ്രീ എന്താ പറയുക, വളരെ ഷോക്ക്ഡ് ആയിട്ടാണ് അവർ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബിഗ് ബോസ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഇത്തരത്തിലെ സപ്പോർട്ട് കൂടെ പുറമെന്ന് മാനിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് എവിടേക്കോ സംഭവിക്കുന്നു കൂടിയില്ലേ അല്ലെ. ഓരോ കണ്ടസ്റ്റൻസിന് എന്നുള്ള രീതിയിലേക്ക് ഫിനാലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഗെയിം കളിക്കുന്നു. ഇപ്പൊ അതിലെ കണ്ടസ്റ്റൻസിനെ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഈ അപ്സര കാര്യത്തില് ഒരു പരിപാടിയുണ്ട്. ഒരു 76-78 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് തള്ളി പുറത്താക്കുന്നുണ്ട്. അത് എന്ത് സെഗ്മെന്റ് അത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അഖിൽമാരാർ കപ്പെടുക്കില്ല. കാരണം അത്രത്തോളം പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു. അഖിൽമാരാറിലായിരുന്നു തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതിലൊരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം അല്ലെ. അപ്പൊ ഏറ്റവും ഇപ്പൊ ശാരിക പറഞ്ഞത് പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ പുറത്താക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെ, അപ്പൊ പോപ്പുലർ ആയിട്ടുള്ള കണ്ടന്റ് മാറിയിട്ടില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് അപ്സര അത് പുറത്താവുന്നുണ്ടെങ്കിൽ അപ്സരയെക്കാളും സപ്പോർട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെ എത്തുന്നുണ്ട്. അപ്പൊ പറഞ്ഞ ശാരികയുടെ സ്റ്റേറ്റ്മെന്റ് ശരിയാവില്ല. ഇപ്പൊ ശാരിക പറയുന്ന പോപ്പുലർ ആയ കണ്ടസ്റ്റൻസിന് ഒരു 78 ഡേയ്സ് ആകുമ്പോൾ പുറത്താക്കുന്നു പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തു പോവേണ്ടിരുന്നത് ജിൻഡോനും ജാസ്മിനും അർജുനൊക്കെ ആയിരുന്നു അല്ലെ. ഇപ്പൊ ശാരിക അല്ല, ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് മാറ്റിയത് ശാരികയാണ്. ശാരിക പറയുന്നു എല്ലാ സീസണും വരുമ്പോഴാണെങ്കിലും പോപ്പുലർ കണ്ടസ്റ്റൻസിനെ പുറത്താക്കുന്നത് ബിഗ് ബോസിന്റെ നയമാണെന്നുള്ളത്. അങ്ങനെയെങ്കിൽ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം പോകേണ്ടത് അഖിൽമാരായിരുന്നു. അത് പോയിട്ടില്ല. ഇപ്രാവശ്യത്തിലേക്ക് വരുമ്പോ അങ്ങനെ പോപ്പുലർ ആയെന്നുള്ള രീതിയിലേക്ക് പുറത്തു പോവേണ്ടത്. അത് അങ്ങനെയാണെങ്കിൽ പുറത്തു പോവേണ്ടിയിരുന്നതായിരുന്നെങ്കിൽ ജാസ്മിനും ജിൻഡോനും അർജുനാണ് കമ്പാരിറ്റീവ്ലി അപ്സരയേക്കാൾ പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അല്ലേ. അങ്ങനെയല്ലേ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല. പിന്നെ ശാരിക പറയുന്നുണ്ട് ഒരാളിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അല്ലെ. അപ്പൊ ഇപ്പൊ തന്നെ പറഞ്ഞു ഒരാളിലേക്ക് എന്നുള്ള രീതിയിലേക്ക് തന്നെ പറ്റുമെന്നുള്ളത്. അതിനൊപ്പം ശാരിക കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട് പോപ്പുലർ ആയ കണ്ടസ്റ്റൻസിനെ ഇത്രയും 78 ഡേയ്സിൽ ശരിക്കും എനിക്ക് വിശ്വസിക്കുന്നില്ല. ജനങ്ങൾ പറയുന്നത് ഒരു തെളിവ് വേണ്ടേ, അല്ലെങ്കിൽ കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഏറ്റവും പോപ്പുലർ കണ്ടസ്റ്റൻസിനെ അഖിൽമാരാറിനെ പുറത്തു പോയിട്ടില്ല. അതിന് മുമ്പ് എന്നുള്ള രീതിക്ക് റോബിൻ പോകുന്നത് ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിലാണ് അല്ലെ. അതല്ലാതെ വിക്ഷ പ്രക്രിയയിൽ അങ്ങനെ പോയുള്ളതല്ല. ഈ സീസണിലോട്ട് വരുമ്പോഴാണെങ്കിലും പോപ്പുലർ കണ്ടസ്റ്റൻസ് ആണ് പുറത്തു പോകേണ്ടിയിരുന്നെങ്കിൽ ആദ്യം പോവേണ്ടതെന്നുള്ള 78 ഡേയ്സ് ആകുമ്പോൾ പോവേണ്ട പേരുകൾ ജാസ്മിൻ, ജിൻഡോ, അർജുൻ അങ്ങനെ പോകണ്ടേ കമ്പാരിറ്റീവ്ലി അപ്സര വെച്ച് നോക്കുമ്പോ അല്ലെ. അപ്പൊ പോപ്പുലർ എന്നുള്ള രീതിയിലേക്ക് പറയാൻ പറ്റില്ല. ഗെയിമർ എന്നുള്ള പോപ്പുലർ അല്ല എന്നുള്ളതല്ല, കമ്പാരിറ്റീവ്ലി അവരെക്കാൾ പോപ്പുലർ ആയത് എന്നാണ് ചോദ്യം. ഇനി ഉത്തരത്തിൽ വളച്ചൊടിക്കരുത്. ഗെയിമർ എന്നുള്ള രീതിയിലേക്ക് പറയും. പോപ്പുലർ എന്നുള്ള സാധനത്തിലേക്ക് ഇവിടെ നല്ല ഗെയിമേഴ്സ് ആണോ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് അങ്ങനെ പറയാൻ പറ്റുമോ ശരിക്ക്? നല്ല പറ്റില്ല. അപ്പൊ അത് തന്നെയാണ് വ്യത്യാസം.
നല്ല ഗെയിമർ അല്ല നല്ല പോപ്പുലർ ആവുന്നത്. പോപ്പുലാരിറ്റി നിന്നും മാനദണ്ഡം മാറി നിൽക്കുകയാണ്, വേറെ ഒന്നാണ് അല്ലെ, അതിന്റെ ക്രൈറ്റീരിയ വേറെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ പേരുകൾ പെട്ടവർ പുറത്തു പോയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അല്ലെ. സീസൺ തുടങ്ങും മുതലേ ഈ നിമിഷം നിൽക്കുന്നവരെ ഞാൻ അങ്ങനെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ജാസ്മിൻ. അപ്പൊ താങ്കൾ പറഞ്ഞു എന്ന് പറയരുത്, ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഒരു കാര്യത്തെ പറയുന്നുണ്ടെങ്കിൽ എന്ത് പറയണം, ഞാൻ പറയുന്നു എന്ന് പറയണം. ഞാൻ പറഞ്ഞ പേരുകളിലെ ജാസ്മിൻ മാത്രമല്ല, ജാസ്മിൻ, ജിൻഡോ, അർജുൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലല്ല, ശാരികയ്ക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ എങ്കിൽ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാം അല്ലെ. ഇല്ല ഒരിക്കലില്ല. അതായത് ജനങ്ങൾ കാണുന്നുണ്ട്, അത് ശാരിയോട് ഓർക്കണം. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ ഞാൻ പറയുന്നു ഇത് എന്റെ അഭിപ്രായം എന്നുള്ള രീതിയിലേക്ക് പറയാം. അല്ലാതെ റോഹൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കരുത് വരേണ്ടത് അല്ലെ. വ്യത്യാസമുണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നതിന് രണ്ടാണ്. ഗെയിമർ ഒന്നാണെന്നുള്ളതും പോപ്പുലാരിറ്റി എന്താണെന്നുള്ളതും രണ്ടാണെന്ന് ശാരിയെ തന്നെ സമ്മതിച്ചു വരണം. പിന്നെ എന്ത് മാറ്റരുത് അല്ലെ. അങ്ങനെ വന്ന അപ്പൊ ആൾക്കാർ പറയുമ്പോ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഉപയോഗിച്ച വാക്ക് ജാസ്മിൻ, ജിൻഡോ, അർജുൻ എന്നൊക്കെ പറഞ്ഞപ്പോ താങ്കൾ എന്താണ് ജാസ്മിനിൽ മാത്രം നിൽക്കുന്നത്, ജാസ്മിനിൽ മാത്രം നിൽക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ജാസ്മിൻ, ജിൻഡോ, അർജുന്റെ ഒപ്പം അപ്സരയ്ക്ക് വരായിരുന്നു അങ്ങനെ പറയണ്ടേ. ജാസ്മിൻ, ജിൻഡോ, അർജുൻ അവർക്കൊപ്പം അപ്സര വരായിരുന്നു അങ്ങനെ പറയണം. അല്ലാതെ പോപ്പുലാരിറ്റിയും യോഗ്യത കൊണ്ട് നോക്കുകയാണെങ്കിൽ ജാസ്മിനൊപ്പം അങ്ങനെ പറയരുത്. നമ്മൾ ഒരാളെ സംസാരിക്കുന്ന സമയത്ത് അവിടെ ആരൊക്കെ ക്വാളിഫൈഡ് ആണോ അവരെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തയ്യാറാവണം അല്ലെ. ശാരിക പറയുന്ന സാധനം ശാരിക ഒന്ന് പറയുന്നില്ലെങ്കിൽ എന്ത് പറയുന്ന അറിയോ, ഞാൻ സംസാരിക്കുന്ന എന്നുള്ള രീതിയിലേക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് അവനവന്റെ അഭിപ്രായമായിട്ട് പറയാനുള്ള അത്രയും സ്ട്രോങ് ആയിരിക്കണം. അതല്ലാതെ റോഹൻ പറഞ്ഞ പോലെ ജാസ്മിൻ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. പിന്നെ അല്ലെ ഞാൻ പറഞ്ഞാണെങ്കിൽ 3 പേര് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ കമ്പാരിറ്റീവ് പറഞ്ഞ എന്തുകൊണ്ടാണ് ശാരികയ്ക്ക് മറ്റു പേരുകൾ പറയുമ്പോ എത്രത്തോളം മുഷിയുന്നത് എന്താണ് ഒരു പിന്നെന്തുകൊണ്ടാണ് ജാസ്മിന്റെ ഒപ്പം അല്ലെ. ഞാൻ പറഞ്ഞത് എന്താ, ഗെയിമർ ആയിട്ട് പോപ്പുലാരിറ്റിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞ. 3 പേര് പറഞ്ഞതിന്റെ വിഷയത്തെ പറ്റി ഞാൻ സംസാരിക്കുന്നത് 3 പേരെ കുറിച്ചാണ്. ഞാൻ പറയുന്നത് 3 കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോ എന്തുകൊണ്ട് ഒരാളിൽ മാത്രം പറയുന്നു എന്നായിരുന്നു ഞാൻ ചോദിച്ചേ അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അല്ലെ, അപ്പൊ അങ്ങനെയല്ലേ പറയണ്ടേ. ജാസ്മിനും ജിൻഡോയ്ക്കും അർജുനൊപ്പം അപ്സരയ്ക്ക് വരായിരുന്നു അങ്ങനെ പറയണം. അങ്ങനെ പറയായിരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ പറയണം അല്ലെ. ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനെ കുറിച്ചാണ് മറുപടി പറയുമെങ്കിൽ അപ്പൊ എന്ത് പറയുന്നത് ശാരിക എന്ന് പറയുന്നറിയോ, ഇത് എന്റെ അഭിപ്രായം എന്ന് പറയണം. അപ്പൊ ശാരിക എന്ത് പറയണം, ഇത് എന്റെ അഭിപ്രായം എന്ന് പറയണം. അല്ലാതെ അപ്പൊ അതല്ല, അത് എന്റെ അഭിപ്രായം എന്ന് പറയണം. അല്ലാതെ റോഹൻ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് പറയരുത്. റോഹൻ പറഞ്ഞ പോലെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം പറയണം. റോഹൻ പറഞ്ഞ പോലെ എന്ന് പറയുന്ന കാര്യമാവണമെങ്കിൽ റോഹൻ പറഞ്ഞ കാര്യമായിരിക്കണം. അതല്ല ഞാൻ പറഞ്ഞത് പോപ്പുലർ ആയിട്ടുള്ള 3 പേര് അല്ലെ. ആ പേര് പറയുന്നത് എന്തുകൊണ്ടാണ് അവരുടെ മുമ്പിൽ ആദ്യം ആ പേരുകൾ വരാത്ത എന്താ അല്ലെ. ജിൻഡോ, അർജുനൊന്നും വരാത്ത എന്താ, എന്റെ ജാസ്മിൻ മാത്രം വരുന്നത് എന്താ അല്ലെ. അപ്പൊ അങ്ങനെ പോപ്പുലാരിറ്റിയും ഗെയിമർ എന്നുള്ള രീതിയിലേക്ക് നോക്കുമ്പോ അവർക്കൊപ്പം കൂടി വരായിരുന്നു. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ കുറെ കൂടി അതിന് മാന്യത ഉണ്ടായിരുന്നു അല്ലെ, കുറെ കൂടെ മാന്യത ഉണ്ട് അല്ലെ. അപ്പൊ കമ്പാരിറ്റീവ്ലി എന്ന് പറയുമ്പോ എന്നുള്ള രീതിയിലേക്ക് ഞാൻ മാന്യത സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ മാന്യത ഉണ്ടായിരുന്നു പറയുന്നത് ഒരു പരിഗണിക്കുമ്പോ പേരുകൾ പറയുമ്പോ വ്യക്തമാണ്. അതെ അപ്സരയുടെ പേര് ഞാൻ പറഞ്ഞു. അപ്സര ഗെയിമർ പോപ്പുലർ പോപ്പുലർ ആയിരുന്നു എന്ന് പറഞ്ഞാരാ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആരാ അവിടെ? ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ജാസ്മിൻ ഇസ് എ ഗുഡ് ഗെയിമർ. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് അവളെ ഗെയിമർ അടങ്ങിയിരിക്കുന്നില്ല, പോപ്പുലർ മാത്രമായിട്ട്? ഞാൻ പോപ്പുലാരിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സംസാരിച്ചു തുടങ്ങിയ ടോപ്പിക് പോപ്പുലാരിറ്റിയാ. നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് പോപ്പുലാരിറ്റിയാണ് അല്ല. കാരണം ശാരിക്ക് ഒന്നുമില്ലെങ്കിൽ ഓർമ്മയില്ല. ശാരിക ഈ ടോപ്പിക്ക് തുടങ്ങുമ്പോ സംസാരിച്ച കാര്യം പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് 70-80 ഡേയ്സ് ആവുമ്പോ പുറത്തു പോകും. കൃത്യമായിട്ട് ശാരിക പറഞ്ഞ കാര്യമാണ്. പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് 70-80 ഡേയ്സ്. ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുന്ന അങ്ങേറ്റ ലെവലിൽ പോകും. ഞാൻ മിതത്വം പാലിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ശാരിക അനുസരിച്ച് ഉയർത്തുകൊണ്ടാണ്. കാരണം ഈ പോയിന്റ് തുടങ്ങിയത് ശാരികയാണ്. ശാരി പറഞ്ഞൊരു കാര്യമുണ്ട്, പോപ്പുലർ കണ്ടസ്റ്റൻസ് ആണെങ്കിൽ 70-80 ഡേയ്സ് ആകുമ്പോ പോവും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഫുട്ടേജ് നോക്കി നോക്ക്
അങ്ങനെ 70-80 ഡേയ്സ് എന്നുള്ള രീതിയിലേക്ക് പുറത്തു പോകുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു പോപ്പുലർ കണ്ടസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ പുറത്തു പോവേണ്ടവരാണെങ്കിൽ ഇപ്പോഴവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റിനെ ഒത്തരല്ലാതെ വളച്ചൊടിച്ചിട്ട് കാര്യമില്ല. ഷാരിയോട് ഞാൻ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും. ഷാരി പറഞ്ഞൊരു കാര്യമുണ്ട്, പോപ്പുലർ കണ്ടസ്റ്റൻസ് 70-80 ഡേയ്സ് പുറത്തു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാറുള്ളത്. അത് പറഞ്ഞിട്ടാണ് അപ്സരയിലേക്ക് വന്നേ. ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ പുറത്തു പോവേണ്ടവർ പോപ്പുലാരിറ്റി നോക്കുകയാണെങ്കിൽ പുറത്തു പോകേണ്ടവർ ഇപ്പോഴകത്തുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഷാരിക പറഞ്ഞത്. ജാസ്മിൻ ഞാനല്ല, താങ്കളാണ് പറഞ്ഞത് അല്ലെ? ഞാൻ പറഞ്ഞ സാധനം ജാസ്മിന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ടോപ്പിക് പോപ്പുലാരിറ്റിയെ കുറിച്ച് പറയുമ്പോ ആ ഒരു സ്വാതന്ത്ര്യത്തിന് മറുപടി ഇല്ലാത്ത എന്താ? ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ലാകുമ്പോ വേറെ ഒന്നിലേക്ക് പോവല്ലേ? അത്രയുള്ളൂ, പറഞ്ഞു വന്ന പോയിന്റ് എന്നുള്ള അത്രയുള്ളൂ. നമ്മൾ പോപ്പുലാരിറ്റിയാണ് മാനിക്കുന്നത്. ഇഷ്ടംപോലെ കണ്ടസ്റ്റൻസ് ഉണ്ട് അല്ലേ? ഗബ്രിയൊക്കെ നേരത്തെ ഇപ്പൊ എടുത്തു പറഞ്ഞൊരു കാര്യം, ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു പറഞ്ഞ ഒരാളിന്റെ അടുത്ത് പറഞ്ഞ ഗബ്രി അല്ലെ? ഗബ്രിയും ജാസ്മിനും കൂടെ ആ ഒരു ഫൈനൽ ലിസ്റ്റിൽ വന്നിരുന്നെങ്കിൽ ഒരുപാട് മത്സരം നല്ല രീതിക്ക് ഒന്നും മുറുകുമായിരുന്നു. ടൈറ്റ് സംഭവം തീർച്ചയായിട്ടും ടൈറ്റ് സംഭവിക്കുന്നു. ഈ പുറത്താവുന്നതിന്റെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കുറെ പേരുകൾ അങ്ങനെയാണ് വരുന്നുണ്ട് അല്ലെ? ഇപ്പോ തുടക്കത്തിലേ നിന്നുള്ള രീതിയിലേക്ക് കളിച്ച് ഭയങ്കരമായിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടിയിരുന്ന ആള് രതീഷേട്ടൻ അല്ലെ? ആദ്യം പുറത്തു പോയ ഒരാളാ. പക്ഷെ പോകുന്നവരെ രതീഷേട്ടനായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് രതീഷേട്ടൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്താണെന്നുള്ള ഒരു സംഭവം അവിടെ പഠിച്ചു വരുമ്പോഴേക്കും ഞാൻ പുറത്തായി എന്നുള്ളത് അല്ലെ? ശരി, അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യം. കാരണം നമുക്ക് പഠിക്കാനുള്ള സമയവും നമ്മൾ എങ്ങനെ കളിക്കണം എന്നുള്ള രീതിയിലേക്കോ അതിന് വലിയ സമയമൊന്നും കിട്ടുന്നില്ല. നമ്മൾ എവിടെ എങ്ങനെ ഉൾക്കൊണ്ട് സമയത്തനുസരിച്ച് നിൽക്കണോ എന്നുള്ള രീതിയിലേക്ക് അല്ലെ? പക്ഷെ അങ്ങനെ സമയം എടുക്കുന്ന രീതിയിലേക്കല്ല, അവസരത്തിനനുസരിച്ച് അല്ലെ? അതിന് മാറേണ്ടി വരും. അങ്ങനെ കുറെ പേരുകൾ അല്ലെ ഇപ്പൊ പുറത്തു കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറയുന്ന പോലെ എല്ലാ തികഞ്ഞവരോ എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ക്വാളിറ്റി ഇല്ലായ്മ ഇതിനകത്ത് കാണപ്പെടുന്ന അതുകൊണ്ടാണ്, ആ റിഫ്ലക്ഷൻ വരുന്നത് അതുകൊണ്ടാണ്. തുടക്കം തൊട്ടേ ചുമ്മാ കിടന്ന് മാന്തി പറിക്കുക. പക്ഷെ അങ്ങനെ വന്ന് മാന്തി പറിച്ചു എന്ന് പറയുന്നതും അല്ലെ ആ രീതിയിലേക്ക് മാറി കളിച്ചു ഗെയിമിനെ പല രീതിയിലേക്ക് കണ്ടസ്റ്റൻസിനെ മാറിപ്പോയിട്ടുണ്ട് അല്ലെ? പല രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അഡ്വർടൈസ്മെന്റിൽ തന്നെ പുള്ളിയുടെ വന്നിട്ടാണ് ആൾക്കാര് എന്താ പറയാ നമ്മളുടെയൊക്കെ ഫാമിലി തന്നെ ആൾക്കാർ ഈ പുറത്ത് നിന്നുള്ള എന്ത് പ്രൊഫൈൽ എന്നുള്ള എല്ലാത്ത കാര്യം അകത്തെ ഗെയിമർ എന്ന രീതിയിലേക്ക് എങ്ങനെ കളിക്കുന്ന കാര്യം അല്ലെ? രതീഷേട്ടൻ എന്നുള്ള വ്യക്തി നല്ല വ്യക്തിയായിരിക്കാം, ടാലന്റഡ് ആയിരിക്കാം ഇവിടെ വരുന്നുള്ളത്. പക്ഷെ അവിടെ വരുന്ന സമയത്ത് ഈ ആളെങ്ങനെ വിനിയോഗിക്കുന്നത് ഇപ്പൊ രതീഷേട്ടൻ തന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഞാൻ അവിടെ വന്ന് അങ്ങനെ കളിച്ചു, അത്യാവശ്യം സ്ക്രീൻ സ്പേസും സംസാരങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലെ? പക്ഷെ ആ മനസ്സിലാക്കാനുള്ള സമയം നമുക്ക് എടുക്കാൻ കിട്ടുന്നില്ല. എവിടെ എങ്ങനെ സമയം വിനിയോഗിക്കുന്നു അതനുസരിച്ചിട്ട് മാറേണ്ടി വരും അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ പുറത്തു ആവല് വരുന്നത് അവൻ നിന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഇത് ഫിൽറ്റർ ചെയ്ത് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ള രീതിയിലേക്ക് ദുർഗുണ പരിഹാരം പഠിച്ചാലൊന്നുമല്ലല്ലോ. ഇപ്പൊ സായി വന്ന് പറഞ്ഞ പോലെ ഞാൻ വേറെ മനുഷ്യനാവാൻ വന്നതാണെന്ന് പറഞ്ഞ പോലെ ഇത് മനുഷ്യരാവാൻ ധ്യാനം കൂടാനുള്ള സ്ഥലം നല്ലത് അല്ലെ? ഇപ്പൊ പറയുന്ന ജബ്രീനെ അല്ലെ? ആണ്. യെസ്. അപ്പൊ എവിടേക്കോ നിന്നുള്ള രീതിയിലേക്ക് ചില കണ്ടസ്റ്റൻസുകൾ മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പക്ഷേ അത്തരത്തില് ഈ അൺഫെയർ എന്നുള്ള വാക്ക് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സീസൺ കൂടിയായിരിക്കും എവിക്ഷൻ പ്രക്രിയയിൽ അല്ലെ? യെസ്. അപ്പൊ എന്തായാലും നാളെ കാണാം.